കത്തോലിക്ക വിശ്വാസികൾക്കിടയിൽ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് വിശുദ്ധ ബെനഡിക്റ്റന്റെ നാമത്തിലുള്ള കുരിശും കാശുരൂപവും. യൂറോപ്പിന്റെ മധ്യസ്ഥനായ അദ്ദേഹത്തിന്റെ തിരുനാൾ ജൂലൈ 11 ആചരിക്കുമ്പോൾ നൂറ്റാണ്ടുകളായി ക്രൈസ്തവർക്കിടയിൽ വലിയ ആത്മീയ സംരക്ഷണമായി ഈ തിരുശേഷിപ്പ് അടയാളം നിലകൊള്ളുന്നു. തിന്മയുടെ കെണികൾക്കെതിരെയും സാത്താന്റെ പ്രലോഭനങ്ങൾക്കെതിരെയും ശക്തമായ മധ്യസ്ഥനാണ് വിശുദ്ധ ബെനഡിക്റ്റ്. തിന്മയ്ക്കുമേൽ ദൈവത്തിന്റെ ശക്തി വിജയം വരിക്കുന്നതിന്റെ പ്രതീകമായ ഈ വിശുദ്ധ കാശുരൂപത്തെക്കുറിച്ച് അറിയേണ്ട 7 കാര്യങ്ങൾ ഉണ്ട്. ഈ കാശുരൂപത്തിന്റെ കൃത്യമായ ഉത്ഭവം എവിടെ നിന്നാണെന്നതിന് ഔദ്യോഗിക രേഖകളില്ല. എന്നാൽ 17-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിലെ മെറ്റൻ ആബേയിൽ നടന്ന ഒരു സംഭവവുമായി ഇതിനെ ബന്ധപ്പെടുത്താറുണ്ട്. അക്കാലത്ത് മന്ത്രവാദ കുറ്റം ആരോപിക്കപ്പെട്ട ചില സ്ത്രീകൾ ആബയുടെ ചുവരുകളിൽ വരച്ചിരുന്ന കുരിശുകൾക്കും അതിലെ അക്ഷരങ്ങൾക്കും മുന്നിൽ തങ്ങളുടെ ആഭിചാരക്രിയകൾ ഫലിക്കുന്നില്ല എന്ന് സമ്മതിക്കുകയുണ്ടായി. പിന്നീട് നടത്തിയ തിരച്ചിലിലാണ് വിശുദ്ധ ബെനഡിക്റ്റന്റെ ചിത്രവും കാശുരൂപവും ചുരുക്കെഴുത്തായി രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രാർത്ഥനകളുടെ പൂർണ്ണ രൂപവും അടങ്ങിയ ഒരു പഴയ രേഖ കണ്ടെത്തുന്നത്. ഇന്ന് നാം കാണുന്ന രൂപത്തിലുള്ള കാശുരൂപം വിശുദ്ധ ബെനഡിക്റ്റന്റെ 1400-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് 1880-ൽ ഇറ്റലിയിലെ വിഖ്യാതമായ മോണ്ടെ കാസിനോ ആശ്രമാധിപന്റെ അനുമതിയോടെ പുറത്തിറക്കിയ ജൂബിലി കാശുരൂപമാണ്. ജൂലൈ 11 തിരുനാൾ ദിനത്തിൽ ഈ കാശുരൂപം ഭക്തിപൂർവ്വം ധരിക്കുകയും സഭ അനുശാസിക്കുന്ന സാധാരണ നിബന്ധനകൾ, കുമ്പസാരം, വിശുദ്ധ കുർബാന സ്വീകരണം, മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്കായുള്ള പ്രാർത്ഥന പൂർത്തിയാക്കുകയും ചെയ്യുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുമെന്ന് കത്തോലിക്ക സഭ വ്യക്തമാക്കുന്നു. വിശുദ്ധ ബെനഡിക്റ്റന്റെ കർക്കശമായ നിയമങ്ങളിൽ അതൃപ്തരായ ചില സന്യാസിമാർ അദ്ദേഹത്തെ വധിക്കാൻ തീരുമാനിച്ചു. അവർ അദ്ദേഹത്തിന്റെ വീഞ്ഞിൽ വിഷം കലർത്തി നൽകി. എന്നാൽ പതിവ് പോലെ പാനപാത്രത്തിന് മേൽ വിശുദ്ധൻ കുരിശടയാളം വരച്ച നിമിഷം ആ പാത്രം കഷ്ണങ്ങളായി തകർന്നു പോയെന്ന് വിശുദ്ധ ഗ്രിഗറി ദ ഗ്രേറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാത്താന്റെ പ്രലോഭനങ്ങളെയും ശല്യങ്ങളെയും കുരിശടയാളത്തിലൂടെയാണ് അദ്ദേഹം എപ്പോഴും പ്രതിരോധിച്ചിരുന്നത്. കത്തോലിക്ക സഭ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ളതാണ് ഈ കാശുരൂപം. കാശുരൂപത്തിന്റെ മുൻവശത്ത് ഒരു കൈയിൽ സന്യാസ നിയമങ്ങളുടെ പുസ്തകവും മറുകൈയിൽ വിശുദ്ധ കാശുരൂപവും പിടിച്ചു നിൽക്കുന്ന വിശുദ്ധ ബെനഡിക്റ്റന്റെ രൂപമാണ് ഉള്ളത്. തിന്മയ്ക്കെതിരായ അദ്ദേഹത്തിന്റെ ശക്തമായ മധ്യസ്ഥതയെ കാണിക്കുന്നു. വിശുദ്ധന്റെ ഇരുവശങ്ങളിലുമായി ഒരു കാക്കയുടെ രൂപവും വിഷപ്പാമ്പ് പുറത്തേക്ക് വരുന്ന ഒരു പാനപാത്രവുമുണ്ട്. തന്നെ വിഷം നൽകി വധിക്കാൻ നോക്കിയ ഗൂഢാലോചനയിൽ നിന്ന് ദൈവം അദ്ദേഹത്തെ അത്ഭുതകരമായി രക്ഷിച്ച സംഭവത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പാനപാത്രത്തിന് മുകളിലായി ക്രൂക്സ് സാന്തി പാത്രീസ് ബെനഡിക്തി എന്ന പരിശുദ്ധ പിതാവായ ബെനഡിക്റ്റന്റെ കുരിശ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശുദ്ധന്റെ രൂപത്തിന് ചുറ്റുമായി AUC നൊബീത്തോ നൊസ്റ്റെറോ പ്രസന്തിയ മുനിയമൂർ, ഞങ്ങളുടെ മരണസമയത്ത് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്താൽ ഞങ്ങളെ ശക്തിപ്പെടട്ടെ എന്ന വാചകവും താഴെയായി 1880-ൽ പുറത്തിറങ്ങിയ മോണ്ടെ കാസിനോ ജൂബിലി പതിപ്പിനെ സൂചിപ്പിക്കുന്ന ലത്തീൻ അക്ഷരങ്ങളും കാണാം. കാശുരൂപത്തിന്റെ പിൻഭാഗത്ത് തിന്മയെ തിരസ്കരിക്കുന്നതിനുള്ള ലത്തീൻ പ്രാർത്ഥനകളുടെ ചുരുക്കെഴുത്തുകളുടെ അർത്ഥങ്ങൾ നൽകിയിരിക്കുന്നു. സമാധാനം എന്നർത്ഥമാകുന്നു. വിശുദ്ധ കുരിശ് എന്റെ വെളിച്ചമായിരിക്കട്ടെ. പാതാള സർപ്പം എനിക്ക് വഴികാട്ടാതിരിക്കട്ടെ. പരിശുദ്ധ പിതാവായ ബെനഡിക്റ്റന്റെ കുരിശ്, സാത്താനെ ദൂരെ പോകുക. നിന്റെ അസത്യങ്ങൾ എന്നെ പ്രലോഭിപ്പിക്കരുത്. നീ വെച്ച് നീട്ടുന്നത് തിന്മയാണ്. നിന്റെ വിഷം നീ തന്നെ കുടിക്കുക എന്ന ശക്തമായ ലത്തീൻ പ്രാർത്ഥനയുടെ ചുരുക്കെഴുത്താണ് ചുറ്റിലുമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശ്വാസത്തോടെ ഇത് ഉപയോഗിക്കുന്നത് സാത്താന്റെ പ്രലോഭനങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും സംരക്ഷണം നൽകാൻ സഹായിക്കും. ഈ കാശുരൂപം ഒരു മാന്ത്രിക വസ്തുവല്ല, മറിച്ച് യേശുവിലുള്ള വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ്.